തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സുഗാൻ സുരേഷിനു വേണ്ടി 3 ആഴ്ചയായി അന്വേഷണ സംഘം നടത്തുന്ന തെരച്ചിലാണ് അനിശ്ചിതമായി തുടരുന്നത്. പോലീസ് സംഘം രണ്ടായി തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തും തെരച്ചിൽ തുടരുകയാണെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. സുഗാന്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിച്ച ചെന്നൈയിൽ ഒരാഴ്ചയിലേറെ വ്യാപകമായ പരിശോധന നടത്തിയ സംഘം തിരുവനന്തപുരത്ത് തിരികെയെത്തി. മലപ്പുറത്തെ ഇയാളുടെ ബന്ധുവീടുകളിലും തൃശൂർ കുന്നംകുളത്തെ ബന്ധുവീടുകളിലും മറ്റൊരു സംഘം പരിശോധന തുടരുകയാണെങ്കിലും ഇതുവരെ ഫലമൊന്നും ഉണ്ടായതായി സൂചനയില്ല. കേസിൽ പ്രതി ചേർത്ത സുഗാന്തിന്റെ മാതാപിതാക്കളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മൂകാംബിക ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ പരിസരത്തും സുഗാന്തും കുടുംബവും ഒളിവിൽ കഴിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധന നടക്കുന്നതായാണ് സൂചന. IB ഉദ്യോഗസ്ഥയെ ഗർഭചിത്രം നടത്തിച്ചതിന് ശേഷം വിവാഹത്തിൽ നിന്ന് ഇയാൾ പിൻവാങ്ങിയതാണ് 24-കാരിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം കുടുംബാംഗങ്ങളുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം. കഴിഞ്ഞ മാർച്ച് 24 രാവിലെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കൂടൽ സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥ ചാക്കയ്ക്ക് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.